ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവവചനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ തന്ന ചിന്ത 1 ദിനവൃത്താന്തങ്ങൾ 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പെട്ടകം ഓബേദേദോമിൻ്റെ കുടുംബത്തോടു കൂടെ 3 മാസം അവൻ്റെ വീട്ടിലിരുന്നു. യഹോവ ഓബേദേദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകത്തെ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൽ. അത് ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്. അത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ദൈവത്തിന് ഇസ്രായേലിനോട് കൂടെ വസിക്കുവാൻ. അങ്ങനെ മോശയ്ക്ക് കൊടുത്ത അളവും പ്രകാരം മോശ ഒരു പെട്ടകമുണ്ടാക്കുകയും ആ പെട്ടകം ഇസ്രായേൽ ജനത്തോടു കൂടെ അവരുടെ മരുഭൂമി യാത്രയിലെല്ലാം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ മോശയുടെ മരണശേഷം പിന്നീട് നമ്മൾ ഈ പെട്ടകത്തെ കാണുന്നത് കേവലം അകത്തിരിക്കുന്ന അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൻ്റെ അകത്തളങ്ങളിരിക്കുന്ന പെട്ടകമായിട്ടല്ല, അവരുടെ ജീവിതത്തിൽ വിജയത്തിൻ്റെ ഒരു ചിഹ്നമായി ഈ പെട്ടകത്തെ കാണുന്നുണ്ട്. അത് യോശുവ ശുശ്രൂഷ അല്ലെങ്കിൽ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ താൻ ആദ്യം ഫേസ് ചെയ്യുന്നത് യോർദാൻ അല്ലെങ്കിൽ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ. ആ പ്രശ്നത്തെ യോശുവ നേരിടുന്നത് പെട്ടകം കൊണ്ട്. യോശുവ പറഞ്ഞു, പെട്ടകം പുരോഹിതന്മാർ ചുമലിലെടുത്ത് ആ യോർദാന്റെ കരയിലേക്ക് വരിക. ആ യോർദാന്റെ കരയിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ ചവിട്ടിയപ്പോൾ വെള്ളം 2 പിരിഞ്ഞു. അവിടം മുതൽ ഏതൊരു സാഹചര്യത്തിലും ഇസ്രായേൽ ജനം അവരുടെ യുദ്ധത്തിൽ, അവരുടെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ ചിഹ്നമായി, ഒരു വിജയമായി പെട്ടകം നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഏലി പുരോഹിതൻ്റെ കാലത്ത് ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഈ പെട്ടകം പിടിക്കപ്പെട്ടു. ഫെലിസ്ത്യർ ഈ പെട്ടകത്തെ ഇസ്രായേലിൻ്റെ വിജയത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ എല്ലാം മൂലകാരണം ഈ പെട്ടകമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഈ പെട്ടകത്തെ അവരുടെ ദൈവത്തിൻ്റെ ആ ദേവാലയത്തിൽ അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. പക്ഷേ ഇത് 7 സ്ഥലങ്ങളിൽ ഈ പെട്ടകം പിന്നീട് ഇരിക്കുന്നുണ്ട്. എലി പുരോഹിതൻ്റെ കാലത്തിന് ശേഷം 7 സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട് ഈ പെട്ടകം. ഈ 7 സ്ഥലങ്ങളിൽ 6 സ്ഥലത്തും ഈ പെട്ടകം ഗുണമല്ല ദോഷമാണ് പ്രവർത്തിക്കുന്നത്. ആദ്യമായിട്ട് 1 ശമൂവേൽ 5:1 നമ്മൾ കാണുന്നത് ഈ പെട്ടകം ആ യുദ്ധത്തിൽ ഫെലിസ്തീനെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. അവരോർത്ത് ഇത് ഒരു അനുഗ്രഹമായി അവർക്ക് ഇരിക്കുമെന്ന്. പക്ഷെങ്കിൽ അന്ന് രാത്രിയിൽ അവരുടെ വലിയ ദൈവമായ ദാഗോന്റെ തലയും കൈയും ഒക്കെ ഒടിച്ച് ആ ആരാധനാമൂർത്തിയെ തകർത്ത് കളയുന്നതായിട്ട് കാണുവാടിയായിത്തീരും. അതിനുശേഷം 5:6 നമ്മൾ കാണുമ്പോൾ ഈ പെട്ടകത്തെ ഒരു അസ്തോദിലേക്ക് വിട്ടു. അസ്തോദിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾക്കെല്ലാം ഈ പെട്ടക നിമിത്തം മൂലക്കുരു വന്ന് വളരെ ബുദ്ധിമുട്ടി. അവർക്ക് നഷ്ടവും രോഗവുമായിരുന്നു. പിന്നീട് ഈ പെട്ടകത്തെ നമ്മൾ കാണുന്നത് ഗത്തിൽ കൊണ്ടുവച്ചു എന്ന്. 3-ാമതായിട്ട് ഗത്തിൽ അവർക്കെല്ലാവർക്കും പരിഭ്രമവും മൂലക്കുരു രോഗവും ബാധിച്ചു. പിന്നീട് എക്രോനിലേക്ക് പെട്ടകം പോന്നു. അവിടെയും അവർക്ക് ഈ പെട്ടകം രോഗം വരുത്തുകയും അവർക്കെല്ലാം അസ്വസ്ഥതയും ബുദ്ധിമുട്ടും കാണുന്നു. 5-ാമതായിട്ട് ഈ പെട്ടകത്തെ അവരെല്ലാം പേടിച്ച് ഫെലിസ്ത്യർ ഇത് കൈവിട്ട് ബേത്ശേമിലേക്ക് വിട്ടു. അവിടെ ചിലർ ഈ പെട്ടകത്തെ നോക്കിയത് നിമിത്തം മരിച്ചുപോയി. പിന്നെ ഈ പെട്ടകം അബീനാദാബിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ഏതാണ്ട് 20 കൊല്ലമെന്നാണ് നമ്മളിവിടെ കാണുന്നത്. 20 കൊല്ലത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ദാവീദ് ഈ പെട്ടകത്തെ, ദാവീദിൻ്റെ കാലത്താണ് പെട്ടകത്തെ അന്വേഷിക്കുകയും ഈ പെട്ടകം തൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. അങ്ങനെ 6 സ്ഥലത്ത് ഈ പെട്ടകം ഇരുന്നു. ദാവീദിൻ്റെ സ്ഥലത്തേക്ക് ഈ വിജയത്തിൻ്റെ ഇന്നലകളിൽ ഇസ്രായേലിന് ജയം കൊടുത്ത ഈ പെട്ടകം തനിക്ക് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്തോത്രം ഉസ്സ ആ പെട്ടകത്തിൻ്റെ ആ
കാള ചുമന്നുകൊണ്ടുവരുന്ന അല്ലെങ്കിൽ കാളവണ്ടിയിൽ കൊണ്ടിരുന്ന പെട്ടകം ചരിയുകയും കാള വരേണ്ടത് കൊണ്ട് ചരിയുകയും പെട്ടകം താഴെ പോകാതിരിക്കാൻ കയറി പിടിക്കുകയും ഉസ മരിക്കുകയും ചെയ്തു. ഉസ മരിച്ചു എന്നൊരു കാരണം കൊണ്ടാണ് ഈ പെട്ടകത്തെ നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്ന ഓബേദെദോമിൻ്റെ വീട്ടിലേക്ക് ഇത് വെക്കുവാണ്ടേയായത്. അപ്പോൾ ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ 6 സ്ഥലങ്ങളിലും ഈ പെട്ടകം ഗുണമൊന്നും ചെയ്തില്ല, പകരം ദോഷമാ ചെയ്തതും. സ്തോത്രം, അവർക്കൊന്നും സ്തോത്രം ഹല്ലേലൂയ ഈ പെട്ടകം ഒരു വിജയത്തിൻ്റെ ചരിത്രം പറഞ്ഞില്ല. എന്നാൽ ഓബേദെദോമിൻ്റെ ഭവനത്തിൽ ഇതൊരു വിജയം കൊടുത്തു എന്ന് കാണുവാനായി തീർന്നുണ്ട്. സ്തോത്രം. ഒരു വാക്കും കൂടെ ചേർത്ത് ഞാൻ പറയട്ടെ, ഉസയുടെ ജീവിതത്തിനകത്തേക്ക് ഒരു മരണം വരാൻ കാരണം ഈ പെട്ടകം. അത് പിന്നീട് ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ സ്തോത്രം നിയമപ്രകാരമല്ലാതെ ആയിരുന്നു ഈ പെട്ടകത്തെ കൈകാര്യം ചെയ്തത്, അതാണ് ഉസ മരിക്കാൻ കാരണം. ധ്യാനചിന്തയിൽ വളരെ വിശാലമായി ഞാൻ ആ ഭാഗം പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഉസ മരിച്ചത് നിയമപ്രകാരമല്ലാതെ പെട്ടകം കൈകാര്യം ചെയ്യുന്നുള്ള. അപ്പോൾ ഈ 6 സ്ഥലങ്ങളിലും ഈ പെട്ടകം നിയമപ്രകാരമല്ലാതെ, ദൈവത്തിൻ്റെ ഹിതമല്ലാതെ, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്ത രീതിയുടെ പ്രത്യേകതയാണ് അവർക്കത് അനുഗ്രഹമല്ലാതെ പോയത്. അല്ലാതെ പെട്ടകം അനുഗ്രഹിക്കുന്നില്ല എന്നുള്ളതല്ല. ഇന്നലകളിൽ പെട്ടകം വിജയം കൊടുത്തതാണ്, ഇന്നലകളിൽ പെട്ടകം അനുഗ്രഹം കൊടുത്തതാണ്. പക്ഷെ ഇന്ന് ഈ പെട്ടകത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല, പകരം അത് കൈകാര്യം ചെയ്ത വിധം ശരിയായിരുന്നില്ല. അത് ഫെലിസ്ത്യനും അറിയത്തില്ലായിരുന്നു, പെട്ടകം ചെന്ന ആളുകൾക്കും അറിയില്ലായിരുന്നു. എന്തോ ഈ പെട്ടകം അവർക്ക് ഗുണമല്ല, ദോഷം ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം, ഓബേദെദോമിൻ്റെ കുടുംബം ഈ പെട്ടകം നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു. യോശുവയുടെ കാലത്ത് ഈ പെട്ടകം അനുഗ്രഹമായിരുന്നു. ഈ പെട്ടകം കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഗ്രഹത്തിൻ്റെ പെട്ടകം തന്നെയായിരുന്നു, വിജയത്തിൻ്റെ പെട്ടകമായിരുന്നു, നന്മയുടെ പെട്ടകമായിരുന്നു. എന്നാൽ ഈ പെട്ടകം സ്തോത്രം ചിലർ കൈകാര്യം ചെയ്തത് ശരിയാകാതിരുന്നപ്പോഴാണ് അവർക്ക് നന്മയല്ലാതായി പോയത്. എലിയുടെ പുത്രന്മാർ ഈ പെട്ടകത്തോട് സ്തോത്രം അവഗണനയും അനീതിയും പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവർക്ക് ഈ പെട്ടകം നന്മയല്ലാതായി പോയത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം നമ്മൾ സ്തോത്രം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? അപ്പോൾ നോക്കണം, അപ്പോസ്തലനായ പൗലോസ് തിരുമേശയെക്കുറിച്ച് പറയുന്നത് ഇത് അനുഗ്രഹത്തിൻ്റെ പാത്രമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കുന്ന നന്മയുടെ ഒരു സ്തോത്രം ശുശ്രൂഷയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിലേക്ക് വരുന്നു. സ്തോത്രം. ഇവിടെ 29-ാമത്തെ വാക്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അപ്പോൾ നോക്കണം, പൗലോസ് 10-ാം അധ്യായത്തിൽ പറയുകയാണ് ഇത് അനുഗ്രഹത്തിന്റെ പാത്രമാ. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ് സ്തോത്രം, ഇത് ചിലരെ കൊന്നുകളഞ്ഞു, ചിലർ ബലഹീനരായി, ചിലർ രോഗികളായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അനുഗ്രഹത്തിന്റെ പാത്രം എങ്ങനെ രോഗമായി മാറുന്നത്? അനുഗ്രഹത്തിന്റെ പാത്രം എങ്ങനെയാണ് സ്തോത്രം ബലഹീനത ഉണ്ടാക്കുന്നത്? അനുഗ്രഹത്തിന്റെ പാത്രം എങ്ങനെയാണ് നിദ്ര കൊള്ളുന്നത്? അതിന്റെ കാരണം 29-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നു. 11-ന്റെ 29 കിടക്കുന്നത് ഇങ്ങനെയാണ്, ഇതു തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കുക. അതിന്റെ അർത്ഥം ഞാൻ പറയാം, ആ പാത്രത്തിന്റെ കുഴപ്പമല്ല, അത് അനുഗ്രഹത്തിന്റെ പാത്രം തന്നെയാണ്. അത് അനേകർക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, അനേകർക്ക് ജീവൻ കൊടുക്കുന്നു, ചൈതന്യം കൊടുക്കുന്നു, പ്രത്യാശ കൊടുക്കുന്നു, പ്രതീക്ഷ കൊടുക്കുന്നു, നന്മ കൊടുക്കുന്നു, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഹല്ലേലൂയ, ശരീരത്തെ വിവേചിക്കാതെ എന്ന് വെച്ചാൽ ഇത് വ്യവസ്ഥയില്ലാതെ ചെയ്താൽ. അപ്പൊ നമ്മുടെ പെട്ടകത്തിന്റെ കാര്യം മറന്നുപോയില്ലേ? ഈ പെട്ടകം ചിലർക്ക് അനുഗ്രഹമാണ്. ആ പെട്ടകത്തിന്റെ കുഴപ്പമല്ല, അത് അനുഗ്രഹിക്കുന്ന പെട്ടകം തന്നെയാ. പക്ഷെ അത് കൈകാര്യം ചെയ്ത വിധം ശരിയല്ലാതായപ്പോൾ ചിലർക്കത് പരാജയമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുമേശ, കർത്താവിന്റെ മേശ, സ്തോത്രം, അത് ഉപയോഗിക്കുന്നയാൾ, അത് സ്വീകരിക്കുന്ന സ്വീകാരി, സ്തോത്രം, അത്
ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ സ്വീകരിച്ചാൽ അതൊരു അപകടമായി മാറും. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ചിലർക്കത് അനുഗ്രഹമായി. സ്തോത്രം. നമ്മൾ കണ്ടത് ഒബേദേദോമിൻ്റെ കുടുംബത്തിന് അത് അനുഗ്രഹമായിരുന്നു. പെട്ടകം ഒബേദേദോമിൻ്റെ കുടുംബത്തോടു കൂടെയിരുന്നു. അതവർക്ക് അനുഗ്രഹമായി. അവനെയും അവൻ്റെ കുടുംബത്തിലുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ഈ പകൽക്കാലം ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഇങ്ങനെ പറയട്ടെ, പെട്ടകം അനുഗ്രഹത്തിൻ്റെ പെട്ടകമാണ്. കർത്താവിൻ്റെ മേശ അനുഗ്രഹത്തിൻ്റെ പാത്രം തന്നെയാണ്. പക്ഷേ അത് സ്വീകരിക്കുന്ന സ്വീകാരി, അതിനെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ശരിയായി കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ അത് അനുഗ്രഹമായി നമുക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഹല്ലേലൂയ പെട്ടകത്തോടടുക്കുമ്പോൾ, പെട്ടകം വീട്ടിൽ വെക്കുമ്പോൾ, സ്തോത്രം, നാം പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളാകുമ്പോൾ, വ്യവസ്ഥയോട് ചെയ്താൽ അത് നമുക്ക് അനുഗ്രഹവും, വ്യവസ്ഥയില്ലാതെ ചെയ്താൽ അത് നമുക്കൊന്നും ചിലപ്പോൾ ഒരു ഗുണവും ചെയ്യുകയില്ല, ചിലപ്പോൾ ദോഷകരമായി നമുക്ക് ഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ പെട്ടകം, ഹല്ലേലൂയ കർത്താവിൻ്റെ മേശ, ഇങ്ങനെയുള്ള ഹല്ലേലൂയ ശുശ്രൂഷകൾ എന്നുള്ളത് ഹല്ലേലൂയ കൈകാര്യം ചെയ്യേണ്ട രീതിയുണ്ട്. അതനുസരിച്ച് ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരട്ടെ. പെട്ടകം നമുക്കൊരനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ മേശ നമുക്കൊരനുഗ്രഹമാകട്ടെ. ഈ ശുശ്രൂഷകളെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സ്തോത്രം ചെയ്യൽ, നമ്മൾക്ക് ദൈവത്തെ ആരാധന ആലയത്തിൽ പോകുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ഇതെല്ലാം നമുക്ക് അനുഗ്രഹമാകേണ്ടതാണ്. ആ രീതിയിൽ അത് ചെയ്താൽ അത് നമുക്ക് നന്മയും അനുഗ്രഹവുമാണ്. അതിനായി നമ്മളെ ഈ ദിവസം കർത്താവ് ബലപ്പെടുത്തട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പെട്ടകം നിമിത്തം അനുഗ്രഹം പ്രാപിച്ചു. കർത്താവിനെ കിട്ടിയത്, കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നത്, കർത്താവിൻ്റെ നാമം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒക്കെ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. അത് നമുക്ക് ഉയർച്ചയായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ പന്ഥാവിൽ അതൊക്കെ വലിയ നന്മയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ കിട്ടിയവർ ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാമും നമ്മുടെ കുടുംബവും കർത്താവ് നിമിത്തം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാ, വേർപാടിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ, ദൈവത്തിൻ്റെ പദ്ധതിക്കായി വിളിക്കപ്പെട്ടവരാ. ആ വിശുദ്ധിയിലും വേർപാടിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം മേഖലയിലും കർത്താവ് ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന പന്ഥാവിലും നാം നിൽക്കട്ടെ. അതിനായി കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ജനത്തെ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ജനത്തെ നടത്തണം. അപ്പാ, പെട്ടകം ഒബേദേദോമിൻ്റെ കുടുംബത്തോട് കൂടെ ഇരുന്ന് അവനെയും അവനുള്ളതിനൊക്കെയും അനുഗ്രഹിച്ചതുപോലെ കർത്താവെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ മേശ ഭുജിക്കപ്പെടുന്നത് അനുഗ്രഹമാണ്. ഞങ്ങൾക്കത് അനുഗ്രഹമാക്കണമേ. ഒരിക്കലും കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾക്ക് ലഭിച്ചത്, കർത്താവിനെ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ. അതൊരിക്കലും ഞങ്ങൾക്ക് ദോഷമാകുവാൻ ഇടയാകരുത് എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വിവേകമുള്ള ഹൃദയം, ചിന്ത ഞങ്ങൾക്ക് തരണം. കർത്താവിനെ ചെയ്തോർത്തു സ്തോത്രം. വചനം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഓർത്തു സ്തോത്രം. കർത്താവെ, പെട്ടകം നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളുമാകുവാൻ ഇടയാകണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനത്തിരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.